മെയ് 27 ജവഹർലാൽ നെഹ്റു ചരമദിനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെയും പ്രമുഖ നേതാവ്, ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി, ആധുനിക ഇന്ത്യയുടെ ശില്പി, രാഷ്ട്രതന്ത്രജ്ഞൻ, മികച്ച ഭരണാധികാരി എന്നീ നിലകളിൽ ഭാരതീയ ചരിത്രത്തിലും ലോക ചരിത്രത്തിലും ഇടം നേടിയ ജവഹർലാൽ നെഹ്റു 1964 മെയ് 27 അന്തരിച്ചു. 1889 നവംബർ 14 പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും അഭിഭാഷകനും അതിസമ്പന്നനുമായ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെയും മകനായി അലഹബാദിൽ ജനിച്ചു. യൂറോപ്യന്മാരായ അധ്യാപകരെ വീട്ടിൽ വരുത്തി പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം ഇംഗ്ലണ്ടിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും ബിരുദ പഠനവും നിയമബിരുദ പഠനവും നടത്തി. 1912 ഇന്ത്യയിൽ തിരിച്ചെത്തി അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ചു. എങ്കിലും ഇന്ത്യയിൽ ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനം, ബ്രിട്ടീഷ് സാമ്രാജ്യശക്തിയുടെ മർദ്ദന നയം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല തുടങ്ങിയ സംഭവങ്ങൾ നെഹ്റുവിനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചു. ഇന്ത്യയിലെമ്പാടും അദ്ദേഹം നടത്തിയ പ്രസംഗ പര്യടനങ്ങൾ യുവാവായ നെഹ്റുവിനെ ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട നേതാവാക്കി മാറ്റി. 1929 ലാഹോറിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഗാന്ധിജിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ ഗാന്ധിജി തന്നെ നെഹ്റുവിൻ്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് ഗാന്ധിജിയോടൊപ്പം ഗാന്ധിജിയുടെ അനുയായി ആയി പല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയും പല പ്രാവശ്യം ജയിലിലാവുകയും പലതരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിനോടടുത്ത് 1946 സെപ്റ്റംബർ 2 നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് രൂപം കൊണ്ടിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ വിഭജിക്കപ്പെട്ട് സ്വതന്ത്ര ഭാരതം പിറവിയെടുത്തപ്പോൾ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി. തുടർന്ന് 17 വർഷക്കാലം 1964 മെയ് 27 മരിക്കുന്നതുവരെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാക്കിയും മതേതര ജനാധിപത്യം വളർത്തിയെടുത്തും ഇന്ത്യയെ വളരെ മുന്നോട്ട് നയിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ വലിയ പങ്കുവഹിച്ചു. രാഷ്ട്രതന്ത്രജ്ഞൻ എന്നതിനൊപ്പം ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും നെഹ്റുവിൻ്റെ കീർത്തി ലോകമെമ്പാടും പരന്നു. വിവിധ വിഷയങ്ങളിലായി 112 പുസ്തകങ്ങളാണ് അദ്ദേഹം രചിച്ചത്. അവയിൽ മിക്കതും ഇന്ന് ലോകരാജ്യങ്ങളിലെ മിക്ക യൂണിവേഴ്സിറ്റികളിലും പഠന വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ ഏക മകൾ ഇന്ദിരാഗാന്ധി നെഹ്റുവിൻ്റെ പിൻഗാമിയായി പ്രധാനമന്ത്രി പദത്തിലെത്തിയ ലാൽ ബഹദൂർ ശാസ്ത്രിയെ പിന്തുടർന്ന് ഇന്ത്യയുടെ 3ാമത്തെ പ്രധാനമന്ത്രിയും ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായി. ഇന്നത്തെ കുട്ടികൾ നാളത്തെ ഇന്ത്യ നിർമ്മിക്കും എന്നും നമ്മൾ അവരെ വളർത്തുന്ന രീതി നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കും എന്നും പ്രഖ്യാപിക്കുകയും കുട്ടികളെ വളരെയധികം സ്നേഹിക്കുകയും അവരുടെ ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്ത നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നു. ONV കുറുപ്പ് ജന്മദിനം. കവി, ഗാനരചയിതാവ്, പ്രഭാഷകൻ, അധ്യാപകൻ, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ മഹാപ്രതിഭയായ ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന
ONV കുറുപ്പ് 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒറ്റപ്ലാക്കൽ കുടുംബത്തിൽ ജനിച്ചു. വിവിധ കോളേജുകളിൽ മലയാളം പ്രൊഫസറായി ഔദ്യോഗിക ജീവിതം നയിച്ചു. 15-ാം വയസ്സിൽ മുന്നേറ്റം എന്ന ആദ്യ കവിതയും 18-ാം വയസ്സിൽ പൊരുതുന്ന സൗന്ദര്യം എന്ന ആദ്യ സമാഹാരവും പ്രസിദ്ധീകരിച്ച ONV ഭൂമിക്കൊരു ചരമഗീതം, ഉപ്പ്, അക്ഷരം തുടങ്ങി 50ഓളം കവിതാ സമാഹാരങ്ങൾ എഴുതി. 250-ലധികം സിനിമകളിലായി 1000-ലധികം സിനിമാ ഗാനങ്ങളും അനവധി നാടക ഗാനങ്ങളും എഴുതി. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങി കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാവിധ സാഹിത്യ പുരസ്കാരങ്ങളും നേടിയ ONVക്ക് 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. 12 തവണ മികച്ച നാടകഗാന രചയിതാവിനും 13 തവണ മികച്ച ചലച്ചിത്ര ഗാന രചയിതാവിനുമുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ അദ്ദേഹത്തിന് 1989 മികച്ച ചലച്ചിത്ര ഗാന രചയിതാവിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. 1998 പത്മശ്രീ ബഹുമതിയും 2011 പത്മഭൂഷൺ ബഹുമതിയും നൽകി രാജ്യം ആദരിച്ചു. ജ്ഞാനപീഠ പുരസ്കാരവും പത്മഭൂഷൺ ബഹുമതിയും നേടിയ ഏക മലയാളിയാണ് ONV കുറുപ്പ്. 2016 ഫെബ്രുവരി 13 അദ്ദേഹം അന്തരിച്ചു. റേച്ചൽ കഴ്സൺ ജന്മദിനം. ലോകപ്രശസ്ത അമേരിക്കൻ പരിസ്ഥിതി പ്രവർത്തകയും എഴുത്തുകാരിയുമായ റേച്ചൽ കഴ്സൺ 1907 മെയ് 27 അമേരിക്കയിൽ ജനിച്ചു. ജന്തുശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ അവർ അമേരിക്കയിലെ ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് സർവീസ് എന്ന ഏജൻസിയിൽ ജോലി നോക്കി. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തന രംഗത്തും വളരെ സജീവമായിരുന്ന അവർ രചിച്ച അണ്ടർ ദ സീ വിൻഡ് എന്ന പുസ്തകവും ദ സീ എറൗണ്ട് അസ് എന്ന പുസ്തകവും വളരെ ശ്രദ്ധേയമായി. 1963 പ്രസിദ്ധീകരിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം ഏറ്റവും കൂടുതൽ ലോകശ്രദ്ധ നേടുകയും അത് അവരെ ലോക പരിസ്ഥിതി പ്രവർത്തകരുടെ മുൻനിരയിൽ എത്തിക്കുകയും ചെയ്തു. രാസ കീടനാശിനികൾ, വിശേഷിച്ചും DDT, പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും മനുഷ്യൻ്റെ ആരോഗ്യത്തിനും വരുത്തിവെക്കുന്ന വൻ വിപത്തുകളെക്കുറിച്ച് ഈ കൃതി ലോകത്തിന് മുന്നറിയിപ്പ് നൽകി. അത് ലോകമെമ്പാടും വലിയ ജനകീയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. 1964 ഏപ്രിൽ 14 56-ാം വയസ്സിൽ അവർ അന്തരിച്ചു. ആധുനിക ആഗോള പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറ പാകിയത് റേച്ചൽ കഴ്സന്റെ പ്രവർത്തനങ്ങളും എഴുത്തുകളുമാണ്.